സൗണ്ടെല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സെറ്റല്ലേ? ഓക്കെ അല്ലേ? ക്വസ്റ്റ്യനിലേക്ക് പോകാമേ. കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നടക്കുന്നു. PQR and S can complete a piece of work in 25 days, 30 days, 36 days and 40 days. They work on rotation basis in which Q working on the first day, S on the second day, P on the third day, R on the fourth day. Again Q on the fifth day. So on അങ്ങനെ. How much time will the work be completed? എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് PQRS 4 പേരുടെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളും പേപ്പർ എടുത്തുകൊണ്ട് ചെയ്തോണം. നിങ്ങൾക്കുള്ള ടൈമുണ്ട്, അതിനുശേഷം ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. പെട്ടെന്ന് ആൻസർ കമൻറ്റ് ചെയ്തേ. പെട്ടെന്ന് റിവിഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലേ നമുക്ക് മൊത്തം പറഞ്ഞു പോകാമായിരുന്നു. നോക്കിയോ, PQR and S നമ്മൾ ഒരുപാട് ചെയ്തതാണ് ഈ ക്വസ്റ്റ്യൻസ്. P ഉണ്ട്, Q ഉണ്ട്, R ഉണ്ട്, S ഉണ്ട്. 25 ദിവസം, P 25 ദിവസം, Q എത്ര ദിവസം? 30 ദിവസം, R എത്ര ദിവസം? 36 ദിവസം, S എത്ര? 40 ദിവസം. ഇത് ടൈമാണ്. ഇനി ഇവരുടെ വർക്കൊന്ന് കണ്ടുപിടിക്കാം. വർക്കെന്ന് പറയുമ്പോൾ ഇതിൻ്റെ LCM ആണ് ഇതിൻ്റെ വർക്കെന്ന് പറയുന്നത്. ഇതിൻ്റെ LCM ഒന്നെടുത്ത് ആരുടെയാ? ഈ തന്നിരിക്കുന്ന ഫിഗേഴ്സിൻ്റെ LCM ഒന്നെടുത്ത്. LCM എന്ന് പറയുന്നതാണ് വർക്ക്. ആരുടെ LCM ആണ്? 25, 30, 36, 40. ഇവരുടെ LCM ഒന്നെടുത്ത്. LCM എടുക്കുമ്പോൾ നമുക്ക് വേണ്ട വർക്ക് കിട്ടും. ഇതിൻ്റെ LCM എത്ര വരും? 1800. എന്താ LCM എടുക്കുന്ന പറഞ്ഞായിരുന്നോ? അതാ നോക്കിക്കോ. LCM എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവന്മാരെ എല്ലാവരെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ എന്നുള്ള പറഞ്ഞാൽ ഇതിങ്ങനെ നോക്കുമ്പോൾ എത്ര കിട്ടും? 1800 ഇതിൻ്റെ LCM. ഈ LCM കണ്ടുപിടിച്ചിട്ട് ഞാൻ നിങ്ങളുടെ സമയം കളയുന്നില്ല. നമ്മൾ വർക്കുകൾ ഇതൊക്കെ ചെയ്തതാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് എന്ന് പറയുന്നത് 1800. അതായത് ഇതിൻ്റെ LCM, ഇവരുടെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 1800. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇവരുടെ എഫിഷ്യൻസി ഒന്ന് കണ്ടുപിടിക്കാം. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വർക്ക് ബൈ ടൈം ആണ് എഫിഷ്യൻസി. അപ്പോൾ 1800/25 എത്ര വരും? 1800/25 72. അതുപോലെ തന്നെ 1800/30 60. 1800/36 50. അതുപോലെ തന്നെ 1800/40 45. ഇതാണ് ഇവന്മാരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇദ്ദേഹം ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 1800 ആണ്. ഓക്കെ, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 1800 ആണ്. ദേ വർക്ക് ഓൺ റൊട്ടേഷൻ ബേസിസ് ഇൻ Q വർക്കിംഗ് ഓൺ ദ ഫസ്റ്റ് ഡേ. Q എത്ര ദിവസം? ആദ്യത്തെ ദിവസം Q വർക്ക് ചെയ്യുന്നു. Q ഒരു ദിവസം 60 ജോലിയാണ് ചെയ്യുന്നത്. ഒരു ദിവസം 60 ജോലി വെച്ച് 30 ദിവസം ആകുമ്പോൾ 1800 ജോലി. അങ്ങനെ ഒരു ദിവസം 60 ജോലി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആരാ വർക്ക് ചെയ്യുന്നത്? Q വർക്കിംഗ് ഓൺ ദ ഫസ്റ്റ് ഡേ, S ഓൺ ദ സെക്കൻഡ് ഡേ. എസ് രണ്ടാമത്തെ ദിവസം S ആണ്. S 45 അദ്ദേഹം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ P ഓൺ ദ തേർഡ് ഡേ. മൂന്നാമത്തെ ദിവസം P ആണ്. എത്രയാണ്? 72 ജോലി. ഇനി ആണ്ട് R ഓൺ ദ ഫോർത്ത് ഡേ 50. R എന്ന് പറയുന്നത് 50 ഫോർത്ത് ഡേ. ഇത് ആദ്യത്തെ ദിവസം, ഇത് രണ്ടാമത്തെ ദിവസം, ഇത് മൂന്നാമത്തെ ദിവസം, ഇത് നാലാമത്തെ ദിവസം. 4 ദിവസമായപ്പോൾ എത്ര ജോലി തീർന്നു? 4 ദിവസമായപ്പോൾ എത്ര ജോലി ചെയ്തു? 60, 45, 72, 50, 227 ജോലി ചെയ്തു.
4 ദിവസമായപ്പോൾ 227 ജോലി ചെയ്തു. 4 ദിവസമായപ്പോൾ 227 ജോലി ചെയ്തു. അതാണ് പറയുന്നത്. 4 ദിവസമായപ്പോൾ 227 ചെയ്തു. അങ്ങനാണെങ്കിൽ ഈ 227 ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1800 കിട്ടുമോ, അതല്ലെങ്കിൽ 1800 അടുത്ത് കിട്ടുമോ? 1800 അടുത്ത്. അപ്പോൾ 227 ദാണ്ട് ഇവിടെ ഒരു 2/1/3 ഒക്കെ കിടക്കുന്നു, അത് വിട്ടേരെ. 2/1/3 കിടക്കുന്നു, അത് വിട്ടേരെ. ഇവിടെ ഒരു 26 കിടക്കുന്നു. അപ്പോൾ 26, ഇവിടെ ഒരു 26 കിടക്കുന്നു. അപ്പോൾ 227 26 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കിക്കേ. 227 26 കൊണ്ട് ഗുണിക്കുമ്പോൾ 5902 വരുന്നത്. അപ്പോൾ 23 കൊണ്ട് ഗുണിച്ചാലോ? അപ്പോൾ അതാ നോക്കിക്കോ, ഇങ്ങോട്ട് നോക്കിക്കോ, ഒന്നുകൂടെ നോക്കാം. എനിക്ക് എവിടെ മിസ്റ്റേക്ക് പറ്റി? എനിക്കല്ല മിസ്റ്റേക്ക് പറ്റിയത്. ഓക്കെ, ഒരു ഓപ്ഷൻ ഞാനിവിടെ കട്ട് ചെയ്തു, അതാകാൻ സാധ്യതയില്ല. അപ്പോൾ 227 അടുത്ത് കിടക്കുന്ന 1800 മൾട്ടിപ്പിൾ 1800 227 ഇൻറ്റു 9 18 അല്ലേ? 9 നോക്കാം. 227 ഇൻറ്റു 9 നോക്കിക്കേ. 227 ഇൻറ്റു 9 ആവുമ്പോൾ ആൻസർ എന്താ വരുന്നു? 2043 വരുന്നു. 2043 ആണോ വരേണ്ടത്? അല്ല, 1800 വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിന് താഴെ വരാൻ പാടുള്ളൂ. 8 നോക്കിയാലോ? 8 ആകുമ്പം 227 ഇൻറ്റു 8 ആവുമ്പോൾ 1816 വരുന്നത്. 1800 വരാൻ പാടുള്ളൂ. അപ്പോൾ 227 ഇൻറ്റു 7 നോക്കാം. 227 ഇൻറ്റു 7 ആവുമ്പോൾ 1589. 1589. അപ്പോൾ ഇവിടെ ഇൻറ്റു 7 ആവുമ്പോൾ 1589. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ 7 കൊടുത്താലോ? ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കൊടുത്താലും ഇപ്പുറത്തും എന്ത് തന്നെ ചെയ്യണം? 28. അപ്പോൾ 28 കഴിഞ്ഞിട്ട് 28 ഇല്ല, ഇത് 26 ഉള്ളൂ, ഇവിടെ 23 ഉള്ളൂ. അപ്പോൾ 28 കഴിഞ്ഞിട്ട് ഇനിയും ബാക്കി കിടപ്പുണ്ടല്ലേ? അപ്പോൾ 28 കഴിഞ്ഞ് 1589 ആകുമ്പോൾ ഇനിയും ജോലി ചെയ്യാനുണ്ടല്ലോ, ഇനിയും ദിവസം എടുക്കും. അപ്പോൾ 28 കൂടുതലായിരിക്കും ആൻസർ. അപ്പോൾ എന്തായിരിക്കും? 31 സംതിങ് വരും. അത്രയേ ഉള്ളൂ. ഇൻറ്റു 7. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 1/3 ഓഫ് ദ ജേർണി ഈസ് കവേർഡ് അറ്റ് എ സ്പീഡ് ഓഫ് 22 km/h. 1/4 of the speed at a speed of 33 km/h and remaining at a speed of 55 km/h. What is average speed of the entire journey? അതായത് ആവറേജ് സ്പീഡ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ രണ്ടാമത് പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. റിവിഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. അതല്ലെങ്കിൽ എല്ലാവരോടും മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചിട്ടല്ലേ പോകുന്നത്. മുന്നത്തെ ക്ലാസ്സുകളൊക്കെ അങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളത്.
എത്ര കിട്ടി? ഇതൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാം. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ആവറേജ് സ്പീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇത്രേ ഉള്ളൂ. ആവറേജ് സ്പീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. നിങ്ങൾ 1/3 ഇടും, 1/3 ഡിസ്റ്റൻസ്, അടുത്ത നിങ്ങൾ 1/4 ഡിസ്റ്റൻസ്, ബാക്കി എത്രയാണ് അത് കണ്ടുപിടിക്കും. അതിൻ്റെ ഒരു കാര്യവുമൊന്നുമില്ല. ഇവിടെ ഇക്വേഷൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ടോട്ടൽ ടൈം കണ്ടുപിടിക്കണം, അതിൻ്റെ LCM എടുക്കണം, ഒരു കാര്യമില്ല. ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്താ 22, ഓക്കെ. ഇവിടെ എന്താ 33, ഇവിടെ എന്താ 55. ഇവിടെ ഇതെല്ലാം 11ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ ഇവിടെ? ഇതെല്ലാം 11ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ ഇവിടെ? ഇതെല്ലാം 11ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിൻ്റെ ആൻസറും 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 33 km/h. നിങ്ങൾ മസിൽ പിടിക്കേണ്ട ഒരാവശ്യമില്ല. ഇവിടെ 22 കിടക്കുന്നു, ഇവിടെ 33 കിടക്കുന്നു, ഇവിടെ 55 കിടക്കുന്നു. യൂസ് യുവർ കോമൺ സെൻസ്. ആൻസർ എന്ത് തന്നെ ആയിരിക്കും? 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 11ൻ്റെ മൾട്ടിപ്പിൾ എത്ര? 33 ഇതിനകത്ത് 11ൻ്റെ മൾട്ടിപ്പിൾ ആരേ ഉള്ളൂ? 33 ഉള്ളൂ. അതും കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വോളിയം ഓഫ് എ റെക്ടാങ്കുലർ പാരലൽ പൈപ്പ്ഡ് ക്യൂബോയിഡ് എന്തെങ്കിലും ആട്ടെ, അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 280 cm3 ആണ്. ബേസ് ഏരിയ എന്ന് പറയുന്നത് 20 cm² ആണ്. ദെൻ ഇറ്റ്സ് ഹൈറ്റ്, വാട്ട് ഈസ് ഇറ്റ്സ് ഹൈറ്റ്? അതിൻ്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ, ഏത് സാധനത്തിൻ്റെ ആണെങ്കിലും വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏത് സാധനത്തിൻ്റെ ആണെങ്കിലും വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ ഉടനെ പാരലൽ പൈപ്പ്ഡ് ആയതുകൊണ്ട് എല്ലാവരും പാരലൽ എഴുതി വെക്കുന്നു. ക്യൂബോയിഡ് ആകുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. ഏതിൻ്റെ ആണെങ്കിലും വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് എ സോളിഡ്, ഒരു സോളിഡിൻ്റെ വോളിയം എന്ത്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ എത്ര അവർ പറഞ്ഞിരിക്കുന്നത്? 20 ഇൻറ്റു ഹൈറ്റ് അറിയാവോ? ഇല്ല. ആ വോളിയമാണ് അവർ തന്നിരിക്കുന്നത്. എത്ര പറഞ്ഞിരിക്കുന്നത്? 280. ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 280 ഡിവൈഡഡ് ബൈ 20, 14. സെൻറ്റിമീറ്റർ. വളരെ സിമ്പിളായിട്ടാണ്. ഓരോന്നും സ്പെസിഫൈഡ് ആയിട്ട് നമുക്ക് ഇക്വേഷനുകളുണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏത് സോളിഡ് ആണെങ്കിലും അതിൻ്റെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അതായത് നമ്മുടെ ഈ സിലിണ്ടർ ഉണ്ടല്ലോ, സിലിണ്ടറിൻ്റെ എങ്ങനെയാണ്? πr²h. താഴെ സിലിണ്ടറിൻ്റെ താഴെ എന്താണ്? സർക്കിളാണ്. അതിൻ്റെ ഏരിയ πr² ആണ്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് πr²h. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അതായത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത്. അതിലേക്ക് ഇട്ട് കൊടുക്കുക, ഇല്ലാത്തത് കണ്ടുപിടിക്കുക. അങ്ങനെയാണ്. ആൻസർ 14. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 1 - sin a ഡിവൈഡ് ബൈ 1 + sin a. ട്രിഗണോമെട്രി പഠിപ്പിച്ചില്ലായിരുന്നല്ലോ അല്ലേ? ഹലോ, റിപ്ലൈ പറയണേ. ട്രിഗണോമെട്രി പഠിപ്പിച്ചില്ലായിരുന്നല്ലോ അല്ലേ? ഷാനുമൊക്കെ എന്തി? ആയുഷ്മാനെ ഇല്ല. അപ്പം പിന്നെ നമുക്കത് പഠിച്ചിട്ട് ചെയ്യാം. ക്വസ്റ്റ്യന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേരെ, പഠിപ്പിച്ചിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേരെ, പഠിപ്പിച്ചിട്ട് ചെയ്യാം. പഠിപ്പിക്കാനൊന്നുമില്ല, ഞാനത് ഉൾപ്പെടുത്തിക്കോളാം. വാട്ട് ഈസ് ദ ആനുവൽ ഇൻട്രസ്റ്റ് വിൽ എ സം ഓഫ് മണി ട്രിപ്പിൾ ഇൻ സിമ്പിൾ ഇൻട്രസ്റ്റ്? ട്രിപ്പിൾ ഇൻ 5 years.
എങ്ങനെ കിട്ടും? അതായത് എന്താ, ഒന്ന് ചിന്തിക്കാം. എൻ്റെ കൂടെ നിങ്ങളും ചിന്തിച്ചു. 100 രൂപ ഞാൻ കൊണ്ടുവന്നിട്ടു. ഞാൻ ഇതിൻ്റെ തിക്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, ഞാൻ 100 രൂപ എന്ത് ചെയ്തു? ഞാൻ 100 രൂപ ബാങ്കിൽ കൊണ്ടിട്ടു. 100 രൂപ, നമുക്കങ്ങനെ 100 രൂപ ട്രിപ്പിൾ ഇൻ 5 years എത്രയായിട്ട് മാറി? അത് ട്രിപ്പിളായിട്ട് മാറി, 300 രൂപ ആയിട്ട് മാറി. അപ്പം ഇത് പ്രിൻസിപ്പൽ എമൗണ്ട്, ഇത് എമൗണ്ട്. അപ്പോൾ പലിശ എത്ര ആയിരിക്കും? ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? 200 രൂപ. അതായത് I is equal to P into N into R/100. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ. ഇൻട്രസ്റ്റ് എനിക്ക് എത്ര കിട്ടി? 200 രൂപ കിട്ടി. പ്രിൻസിപ്പൾ എത്ര രൂപയാണ്? 100 രൂപ. നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? 5 വർഷം. ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 100. സർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറിയത്തില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ 100, R/100. അതാണ്ട് ഈ 100ഉം ഈ 100 ക്യാൻസൽ ആയിപ്പോയി. 200 ഇവിടെ കിടപ്പുണ്ട് മക്കളെ. ഈ ഇൻറ്റു 5 ഡിവൈഡ് ബൈ 5 ആയി മാറും. അവിടെ 6 മാത്രമേ കിടപ്പുള്ളൂ. അപ്പം 40. എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ 100 രൂപ ഞാൻ 100 രൂപ ബാങ്കിൽ കൊണ്ടുവന്നിട്ടു. അത് പ്രിൻസിപ്പൽ എമൗണ്ട്. എനിക്കത് 5 വർഷം കഴിഞ്ഞപ്പോൾ 300 രൂപയായിട്ട് മാറി. ട്രിപ്പിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 500. എത്ര വർഷമാണ്? 5 വർഷം. അപ്പോൾ ഇൻട്രസ്റ്റ് എത്രയാണ്? ഇൻട്രസ്റ്റ് എത്ര? 100 രൂപയ്ക്ക് 300 രൂപ കിട്ടിയില്ലേ? 200 രൂപ ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? I is equal to P into N into R/100. ഇൻട്രസ്റ്റ് എത്ര? 200 രൂപ ഇൻറ്റു പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? സോറി, ഇൻറ്റു അല്ല, ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര? 100 രൂപ ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര? 5 ഇൻറ്റു R/100. കട്ടായിപ്പോയി. R is equal to ഇൻറ്റു 5 ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ബൈ 5 ആയിട്ട് മാറും. എത്ര വരും? 40. ഇത്രയേ ഉള്ളൂ. ചുമ്മാ ചിന്തിച്ചാൽ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻസർ വന്നില്ല, ആരൊന്നും പറയുന്നില്ല. ഇതുപോലെ ഞാൻ തന്നെ ഒരുപാട് ചെയ്ത ക്വസ്റ്റ്യനാണ്.
കിട്ടിയോ? ആയുഷ്മാൻ മാത്രമേ കിട്ടിയുള്ളൂ. എത്ര കിട്ടി? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോയിൻസിൻ്റെ റേഷ്യോ എന്ന് 1 റുപ്പി 1 റുപ്പീസ് 50 പൈസ 25 പൈസ. എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 3:5:7 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 5, 3, 8, 7, 15, 15 ഡിവൈഡഡ് ബൈ 615 എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നടക്കത്തില്ല, കിട്ടത്തില്ല. 1 രൂപയുടെ 3 എണ്ണമുണ്ട്. ഇപ്പോൾ 3 × 1 1 രൂപയുടെ 3 എണ്ണമുണ്ട്. 50 പൈസയുടെ 5 എണ്ണമുണ്ട്. 50 പൈസയുടെ 5 എണ്ണവും, അതെ 50 പൈസയുടെ 5 എണ്ണം ആകുമ്പോൾ 50 പൈസയുടെ 5 എണ്ണം ആകുമ്പോൾ 2 എണ്ണം കൂടിയാൽ 1 രൂപയാവും. അപ്പോൾ 5 × 2. ഇനി 4 എണ്ണം കൂടിയാൽ 1 രൂപയാവും. 7 × 4. ഈ 4 എണ്ണോ 5 എണ്ണോ ഒക്കെ പറഞ്ഞിരിക്കുന്നത്. 3 × 1 രൂപ എന്നല്ലേ പറഞ്ഞത്? ഓക്കെ, 1 രൂപ തന്നെയാണ്. 5 × 50 പൈസയാണ്. 50 പൈസ എന്ന് പറയുമ്പോൾ 1 രൂപയായിട്ട് 2 കോയിൻ വേണ്ടി വരും. അതുകൊണ്ട് 5 × 2. 25 പൈസയാണ്. 25 പൈസ എന്ന് പറയുമ്പം 4 എണ്ണം ചേർന്നാലേ 1 രൂപയാകത്തുള്ളൂ. 7 × 4. അപ്പോൾ എത്ര വരും? 3:10:28. 10:28. ഓക്കെ, ഇത്ര മനസ്സിലായോ? ഓക്കെ, ഇത് ടോട്ടൽ എത്ര കോയിൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ 13, 41. 3 + 10 + 28. അപ്പോൾ 41 ഇവിടെ വന്നിരിക്കുന്നത്. ടോട്ടൽ കോയിൻസ് 41. അപ്പോൾ 41 എന്ന് പറയുന്നതാണ് ഈ 615. 41 എന്ന് പറയുന്നതാണ് 615. എന്തുവാ ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് ദ നമ്പർ ഓഫ് 50 പൈസ കോയിൻസ്. വേണ്ട, 50 പൈസ കോയിൻസ് എത്രയാണ്? 10 എണ്ണം. ഈ 10 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 615 × 10 ഡിവൈഡ് ബൈ 41. 41 × 15 ആണ് 615. 15 × 10 150 വരും. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ റേഷ്യോ അങ്ങ് എടുത്ത് വെച്ച് എഴുതരുത്. നോക്കിക്കോണം, ഇവിടെ 1 റുപ്പീസ്
50 പൈസ 25 പൈസ. അപ്പോൾ അതിൻ്റെ റേഷ്യോ പറഞ്ഞിരിക്കുന്നത് 3:5:7 പറഞ്ഞത്. 3 × 1 റുപ്പീസ് എത്ര രൂപ? 3. 1 റുപ്പീസ് എന്ന് ഞാൻ എഴുതിയതാണ്. 5 × 1 രൂപ. 1 രൂപയാവണമെങ്കിൽ എത്ര 50 പൈസ എടുക്കണം? 3 × 1 രൂപ. എത്ര രൂപ ഉണ്ട്? 3 × 1 രൂപ. 3 × 1 രൂപ. 1 രൂപയ്ക്ക് 1 രൂപ തന്നെയല്ലേ ഉള്ളൂ. ഓക്കെ, 3 × 1 രൂപ 50 പൈസ. 5 × ഇവിടെ 1 രൂപയല്ലേ ഗുണിച്ചത്. അപ്പോൾ ഇവിടെ എല്ലാം 1 രൂപ കൊണ്ട് വേണം ഗുണിക്കാൻ. ഇത് 50 പൈസ 1 രൂപ ആണെങ്കിൽ എത്ര എണ്ണം വേണം? 2 എണ്ണം വേണം. 2 10. 25 പൈസ 1 രൂപയാണ്. ഇവിടെ 1 രൂപ കൊണ്ടാണ് ഗുണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1 രൂപ കൊണ്ട് ഗുണിക്കണം. ഇവിടെ 1 രൂപ കൊണ്ട് ഗുണിച്ചു, 1 രൂപ കൊണ്ട് ഗുണിച്ചു. ഇവിടെ 50 പൈസ 1 രൂപയാകണമെങ്കിൽ 2 എണ്ണം വേണം, 2 കോയിൻ വേണം. അപ്പോൾ 5 × 2 10. 25 പൈസ 1 രൂപ ആവണമെങ്കിൽ എത്ര എണ്ണം വേണം? 25 പൈസ ഉണ്ടെങ്കിൽ 1 രൂപ ആകത്തുള്ളൂ. അപ്പം 4 28. എല്ലാം കൂടെ കോയിൻസ് എത്ര ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാ കോയിൻസും എത്ര ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 1 രൂപയുടെ 3 എണ്ണം, 50 പൈസയുടെ 10 എണ്ണം, 25 പൈസയുടെ 28 എണ്ണം. അപ്പം മൊത്തം 3 + 10 + 28, അതായത് 41. റേഷ്യോ പ്രകാരം 41. പക്ഷേ ആക്ച്വലി എത്ര കോയിൻസ് ഉണ്ട്? 615. എന്തുവാ ചോദിച്ചിരിക്കുന്നത്? 50 പൈസ കോയിൻ എത്ര ഉണ്ടെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. 50 പൈസ കോയിൻ 10 എണ്ണം. ഇവിടെ 10. ഓക്കെ, ഇതാ നോക്കിക്കോ. 10 × 615 ഡിവൈഡഡ് ബൈ 41. ഇവിടെ 41 × 15 ആണ് 615. 15 × 10 150 എണ്ണം. ഓക്കെ അബി, മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ P = 3 + 1/P. അത് കൊള്ളാം, നമുക്ക് നോക്കാം. ഇതിൻ്റെ ആൻസർ വലയ്ക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ. P = 3 + 1/P. അതിനകത്ത് കിട്ടിട്ട് കാര്യമില്ല. P = 3P + 1 3P + 1 / P എന്ന് വരും. എന്നിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക 5P. ഇതിനകത്ത് ഇട്ട് കൊടുക്കുക 5P / P² + P - 1. എന്തൊക്കെ ക്വസ്റ്റ്യനല്ലേ. 5P എന്ന് പറഞ്ഞാൽ 5 × P എന്ന് പറഞ്ഞാൽ 3P + 1 / P. അതാണ് 5P. ഡിവൈഡഡ് ബൈ P². P² എന്ന് പറയുമ്പോൾ 3P + 1 ² 3P + 1 ² + P ആയിട്ടുള്ള 3P + 1 / P - 1. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ ചെയ്തോ? ഞാനും നിങ്ങളുടെ കൂടെ ചെയ്തതന്നേ ഉള്ളൂ. എന്താ ക്വസ്റ്റ്യൻ എവിടെ നിന്നാന്ന്? നോക്ക്. P = 3
പ്ലസ് 1/p. ഓക്കെ, p മൈനസ് 1/p എന്ന് പറയുന്നത് 3 ആണ്. കാരണം ഈ 1/p പ്ലസ് 1/p ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 1/p. 3p ഈസ് ഈക്വൽ ടു നോക്കിയോ p ഈസ് ഈക്വൽ ടു 3 പ്ലസ് 1/p എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലസ് 1/p ഇപ്പുറത്തോട്ട് വന്നാൽ p മൈനസ് 1/p ഈസ് ഈക്വൽ ടു അപ്പുറത്ത് 3 മാത്രമല്ലേ കിടപ്പുള്ളൂ, അവിടെ കിടക്കട്ടെ. ഇനി അവന്മാർ എഴുതിയേക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ 5p ഡിവൈഡഡ് ബൈ p സ്ക്വയർ പ്ലസ് p മൈനസ് 1. കണക്ക് എന്നെ ഒരിക്കലും ചതിക്കത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണമാണിത്. എങ്ങനെയെങ്കിലും എനിക്ക് ആൻസർ കിട്ടും, നിങ്ങളിലേക്ക് ഞാൻ ആൻസർ കിട്ടും. ഇത് ഓരോ ടൈമിനെയും ഞാൻ p കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓരോ ടൈമിനെയോ അതാ നോക്കിക്കോ. 5p കുറച്ച് കിടക്കട്ടെ, p സ്ക്വയർ പ്ലസ് p മൈനസ് 1 എല്ലാത്തിനെയും p കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. എല്ലാത്തിനെയും p കൊണ്ട് ഡിവൈഡ് ചെയ്തു. എല്ലാത്തിനെയും p കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, 5p ഡിവൈഡ് ബൈ p 5 വന്ന അവിടെ ഡിവൈഡഡ് ബൈ ഇവിടെ എന്നാ വരും, p സ്ക്വയറിനകത്തുനിന്നൊരു പിയും താഴെ നിന്നൊരു p, അപ്പോൾ ഇവിടെ ഒരു p വരും. p എല്ലാം കൂടെ കൊണ്ട് എന്ത് ചെയ്യട്ടെ, p പ്ലസ് p/p എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1/p. ഓ എന്ത് കഷ്ടമെന്ന് പറയണേ അല്ലേ. ഇനി ഒന്നുകൂടെ എഴുതാം, 5 ഡിവൈഡഡ് ബൈ p ആദ്യം എഴുതാം, p മൈനസ് 1/p ആണ്ട p മൈനസ് 1/p പ്ലസ് 1, p മൈനസ് 1/p പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ p മൈനസ് 1/p എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 പ്ലസ് 1 5/4 1/4 എങ്ങനെ വരും? 5 ഡിവൈഡ് ബൈ 4 ഒരു 4 ശിഷ്ടം 1 4. ഓക്കെ, തീർന്നു പരിപാടി. ക്ലിയർ ആണോ? അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേക്കാം, ഇത് ഒരുമാതിരി വലച്ചിൽ ക്വസ്റ്റ്യൻ ആയിപ്പോയി ഇല്ലയാ? ഒരു വലച്ചിലുമില്ല, ഇപ്പോൾ കിട്ടിയതാണ് ഇത്. ഞാൻ നോക്കിയില്ലായിരുന്നു നേരത്തെ കേട്ടോ, ഇപ്പോൾ കിട്ടിയതായി. ഇസ് ഈക്വൽ ടു 3 പ്ലസ് 1/p. അപ്പോൾ p പ്ലസ് 1/p ഇപ്പുറത്തോട്ട് പോയാൽ മൈനസ് 1/p ഈസ് ഈക്വൽ ടു 3. അതവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ സാധനം ഒന്നുകൂടെ എഴുതി, 5p ഡിവൈഡഡ് ബൈ p സ്ക്വയർ മൈനസ് p സ്ക്വയർ പ്ലസ് അല്ലേ, പ്ലസ് p മൈനസ് 1. ഇതിനെല്ലാം p കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5p സ്ക്വയർ പ്ലസ് p മൈനസ് 1 ഡിവൈഡഡ് ബൈ p എല്ലാത്തിനെയും p കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഈ പിയും ക്യാൻസലായിപ്പോയി. മുകളിൽ 5, p സ്ക്വയറിനകത്തുനിന്ന് ഒരു പിയും താഴത്തെ ഒരു p, അപ്പോൾ ഇവിടെ p ഉണ്ട്. ഇപ്പോൾ p പ്ലസ് ഇവിടെ p/p എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1/p. 5 ഡിവൈഡ് ബൈ p മൈനസ് 1/p പ്ലസ് 1. 5 ഡിവൈഡഡ് ബൈ p മൈനസ് 1/p എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/4. 5/4 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/4. ദാ 1 ദാണ്ട 1 ദാണ്ട 4. ഡി, ഓപ്ഷൻ ഡി. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
എന്താ പറഞ്ഞിരിക്കുന്നത്? 2/5 ഓഫ് ദ മാർക്കറ്റ് പ്രൈസ്. ഞാനങ്ങ് ചെയ്യുമെന്നല്ല, നിങ്ങൾ ഒന്ന് എളുപ്പമുള്ളതിൻ്റെ എല്ലാം നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ പേനയും പേപ്പറും ഒക്കെ ആയിട്ടിരിക്കണം, കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് അത്രേ പറയാനുള്ളൂ. 2/5 ഓഫ് ദ മാർക്കറ്റ് പ്രൈസ്, 2/5 ഓഫ് ദ മാർക്കറ്റ് പ്രൈസ്, 2/5 ഓഫ് MP ഈസ് ഈക്വൽ ടു 5/8 ഓഫ് ദ സെല്ലിംഗ് പ്രൈസ്. ഓഫ് സെല്ലിംഗ് പ്രൈസ്, അതായത് 2 MP by 5 ഈക്വൽ ടു 5 ആണേ SP by 8. അപ്പോൾ അത് നോക്കിക്കോ, ഇവിടെ 8 ഇങ്ങോട്ട് വരുമ്പോൾ 8 × 2 MP ഈസ് ഈക്വൽ ടു 5 × 5 SP, അതായത് 16 MP ഈസ് ഈക്വൽ ടു 25 SP. ഓക്കെ, MP by SP, MP ഇവിടെ കിടക്കട്ടെ, SP ഇങ്ങോട്ട് വന്നാൽ SP. അവിടെ ഒരു 25 കിടപ്പുണ്ട്, ഈ 16 അപ്പുറത്തോട്ട് പോയാൽ 16. അതായത് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 25 എഴുതി വെച്ച് എത്ര രൂപയ്ക്ക് കൊടുത്ത് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 16 രൂപയ്ക്ക് വിറ്റ്. 25 എഴുതി വെച്ചിട്ട് 16 രൂപയ്ക്ക് വിറ്റ്, ഡിസ്കൗണ്ട് എത്ര? 25 രൂപ എഴുതി വെച്ചു മാർക്കറ്റ് പ്രൈസ്, 16 രൂപയ്ക്ക് വിറ്റു സെല്ലിംഗ് പ്രൈസ് 9. അപ്പം ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, ഡിസ്കൗണ്ട് ഞാൻ തന്നെയാണ് നിങ്ങളെ പഠിപ്പിച്ചത്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, ഡിസ്കൗണ്ട് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ആണോ? അല്ല, ഡിസ്കൗണ്ട് എപ്പോഴും മാർക്കറ്റ് പ്രൈസിൻ്റെ ആയിരിക്കും. മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്കൗണ്ട് എത്ര? 9 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് എത്ര? 25 ഇൻറ്റു 100. 25ഉം 4, 9 4 36% എന്ന് വരും. ഓക്കെ, 2/5 ഓഫ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 5/8 ഓഫ് സെല്ലിംഗ് പ്രൈസ്. അത് ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് MP by SP എന്ന് പറയുന്നത് 25 മാർക്കറ്റ് പ്രൈസ് 25 രൂപ എഴുതി വെച്ചിട്ട് സെല്ലിംഗ് പ്രൈസ് 16 രൂപയ്ക്ക് കൊടുത്തു. എത്ര രൂപയാണ്? 9 രൂപ ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എപ്പോഴും കണ്ടുപിടിക്കുന്നത് ഡിസ്കൗണ്ട് എത്രയാണ് അത് മുകളിൽ എഴുതി താഴെ മാർക്കറ്റ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. മാർക്കറ്റ് പ്രൈസ് 25 100 കൂടെ വെട്ടുമ്പോൾ 4 9 4 36%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. X is subtracted from 54, 47, 20, 19. 54 അല്ല 52. 52, 47, 20, 19 ആർ ഇൻ പ്രൊപ്പോർഷൻ. ഇതിനെ എക്സ് എല്ലാത്തിൽ നിന്നും എക്സ് കുറയ്ക്കുകയാണെങ്കിൽ അത് പ്രൊപ്പോർഷൻ ആവും, മൊത്തം പ്രൊപ്പോർഷൻ ആവും. അങ്ങനെയാണെങ്കിൽ ആ എക്സ് എത്രയാണ് കണ്ടുപിടിക്കണം. x+5 എത്രയാണ്? എക്സ് എത്ര എന്നല്ല ചോദിച്ചിരിക്കുന്നത്, വട്ട് ഈസ് ദ വാല്യൂ ഓഫ് x+5. ഇത് പ്രൊപ്പോർഷൻ ആവുക എന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുമായിരിക്കുമല്ല, എനിക്കറിയാമല്ലോ, നമ്മൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ പിള്ളേരെ കാണുന്നത്. പ്രൊപ്പോർഷൻ എങ്ങനെയാണ് എഴുതുന്നത്? 52:47. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 2:2 ഇടണം. പ്രൊപ്പോർഷൻ 20:19. ഓക്കെ, ഇതിൽ നിന്ന് എല്ലാത്തിനകത്തുനിന്നും എക്സ് കുറയ്ക്കുകയാണ്. അപ്പം 52 - x = 47 - x ഡബിൾ ഈസ് ടു, അതായത് പ്രൊപ്പോർഷൻ 20 - x
19 - x. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിഞ്ഞൂടാ. A:B പ്രൊപ്പോർഷൻ C:D ആണെങ്കിൽ, അതായത് A:B പ്രൊപ്പോർഷൻ C:D ആണെങ്കിൽ A/B = C/D. അപ്പോൾ ഇത് പ്രൊപ്പോർഷൻ ഈക്വൽ ആണല്ലോ. അതായത് 52 - x ഡിവൈഡഡ് ബൈ 47 - x ഈസ് ഈക്വൽ ടു 20 - x ഡിവൈഡഡ് ബൈ 19 - x. എത്ര കിട്ടും? എത്ര കിട്ടും? ചെയ്തു നോക്കാനൊന്നും നിൽക്കണ്ട. x+5 വാല്യൂ ആണ് തന്നിരിക്കുന്നത്. നോക്കിക്കേ, x+5 വാല്യൂ ആണ് തന്നിരിക്കുന്നത്. x+5 വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. ഇതിനകത്ത് 4 ഇതിനകത്ത് 5 കുറച്ച് 12 5 കുറച്ചാൽ 7, 17 5 കുറച്ചാൽ 12, 19 5 കുറച്ചാൽ 14, 13 5 കുറച്ചാൽ 12 8. ഓരോന്നും കൊടുത്തു നോക്കിയാൽ മതി, അല്ലേ പണിയാണ്. അപ്പോൾ 52 - 47 മൈനസ് കൊടുത്തേക്കാം. ഈക്വൽ ടു വരുന്നുണ്ടോയെന്ന് അറിയാമല്ലോ. 20 - കൊടുക്കാം, 19 - കൊടുക്കാം. ഓരോന്നും കൊടുത്ത് ചെയ്യാം. 52 8 പോയാൽ എല്ലാത്തിൽ നിന്നും 8 കുറച്ച് പ്രൊപ്പോർഷൻ ആണോ എന്ന് നോക്കിക്കേ. 52 8 പോയാൽ എത്ര വരും? ഓപ്ഷൻ കൊടുത്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ കേട്ടോ. 44 വരും. 47 8 പോയാലോ 39 ഈസ് ഈക്വൽ ടു 20 8 പോയാലോ 12, 19 8 പോയാലോ 11. പ്രപ്പോർഷൻ ആണോ? പ്രപ്പോർഷൻ ആണെങ്കിൽ ഈക്വൽ ആയിട്ട് വരണം. താഴത്തത് 11ൻ്റെ മൾട്ടിപ്പിളൊന്നും അല്ല. മുകളത്ത് നമുക്ക് 2 കൊണ്ട് വെട്ടാം. ഇവിടെ 2 കൊണ്ട് വെട്ടാം. ഇവിടെ താഴത്തെ നോക്കിക്കുക, ഇവിടെ നോക്കിക്കുക, താഴത്തെ 11. ഇത് 11ൻ്റെ മൾട്ടിപ്പിളാണോ? അല്ല. അപ്പോൾ 8 അല്ല. ഇനി 14 നോക്കാം. 8 മാറ്റിയിട്ട് നമുക്ക് 14 നോക്കാം. 14 നോക്കാം. ഇനി 14 നോക്കിക്കേ. പഠിപ്പിക്കുമ്പോൾ ഇച്ചിരി. ഇനി 14 നോക്കുക. 52 14 പോയാൽ എത്ര വരും? 38. 47 14 പോയാൽ എത്ര വരും? 33 ഈസ് ഈക്വൽ ടു 20 14 പോയാൽ 6, 19 15 5. ഇത് തങ്ങളിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? 33ഉം 5ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് ഇതിനെ വെട്ടി നമുക്ക് ഇതിലേക്കാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 14 അല്ല. അടുത്ത നമുക്ക് നോക്കാം. 12 നോക്കാം. 52 12 പോയാൽ എത്ര വരും? 52 12 പോട്ടെ, 47 12 പോട്ടെ, 20 12 പോട്ടെ, 19 12 പോട്ടെ. 52 12 പോയാൽ 40. 47 12 പോയാൽ എത്ര? 35. 20 12 പോയാൽ 8. 19 12 പോയാൽ 7. ഇതൊന്ന് വെട്ടി ചെറുതാക്കിക്ക്. 5 കൊണ്ട് വെട്ടാം. 8 5 40. 5 കൊണ്ട് വെട്ടാം 7. 8 7 8 7 12 ആവുന്നത്. അപ്പോൾ 17 ആൻസർ. ആയുഷ്മാൻ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദ്യം വരുമോ സാറേ? എടാ ഉവേ, നമ്മൾ പഠിച്ചതല്ല, റിവിഷൻ ക്ലാസ് അല്ലേ, ചെയ്തു നോക്കണം. ഇത് ഓരോ രീതി പരിചയപ്പെടുത്തുക.
ഓക്കെ, ഇങ്ങനെ കൊടുക്കുക. എക്സിന് മാക്സിമം എക്സിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ x+5 വാല്യൂ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ x+5 വാല്യൂ ആണ് കിടക്കുന്നത്. അപ്പോൾ എക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ +5 -5 ചെയ്താൽ മതി. എന്നിട്ട് ഇട്ട് കൊടുത്ത് നോക്കുക. ഇട്ട് കൊടുത്ത് നോക്കുമ്പോൾ 8/7 8/7 ആണ് വരുന്നത്. അപ്പോൾ പ്രൊപ്പോർഷനായിട്ട് കിടക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. വന്നാൽ എഴുതണം, അതിനാണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. ABCDEF are 6 consecutive even numbers. Sum of A and F is 1586. What is the sum of all the numbers? ആണ്ടാ നോക്കിയേ, ABCD 1 2 3 4 5 6. ഞാനും ഒരു 6 എഴുതാൻ പോകട്ടോ. 2 2 4 6 8 10 4 6 4 3 2 5 10 12. ഓക്കെ, എന്താ ചോദിച്ചിരിക്കുന്നത്? അതാണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടിക്ക്. 12 2 14. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? 14. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? 14. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? 14. നോക്കിക്ക്, ഞാൻ ഒരു 6 എഴുതിയതാണ്. ഈവൻ നമ്പേഴ്സ് ആയിട്ട് നിങ്ങൾ ഞാനൊരു 6 എഴുത്. ചുമ്മാ നോക്ക്, ഇതൊക്കെ ചുമ്മാ നോക്ക് 2 4 6 8 10 12. 6 ഉണ്ടോ? 6 ഉണ്ട്. ഇതൊന്ന് കൂട്ടിക്കേ, എത്ര കിട്ടും? 14. ദണ്ട് ഇതൊന്ന് കൂട്ടിക്കേ, 14. ശരിയല്ലേ? ദണ്ട് ഇതൊന്ന് കൂട്ടിക്കേ, 14. എന്തോ ഒരു പറഞ്ഞേക്കുന്നത് ABCDEF. ABCDEF എന്താ പറഞ്ഞിരിക്കുന്നത്? എയും എഫ് കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? എയും എഫ് കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? 1586. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ റൂൾ പ്രകാരം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര ആയിരിക്കും കിട്ടുന്നത്? 1586. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? 1586. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര 1586 ഉണ്ട്? 1586 × 3. 3 ഉണ്ട്. 6 3 18. ലാസ്റ്റ് 8 വരുന്നതാണ്. ലാസ്റ്റ് 8 വരുന്നത് 2 ഉണ്ട്. ബാക്കി വിട്ടാരെ പോട്ടെ. 6 3 18. 3 24 ഒന്നും അല്ല, 6 3 18 ഇഷ്ടമൊന്ന്. 3 24 1 25 58. തീർന്ന്. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? കിട്ടിയായിരുന്നോ? ഞാൻ പറഞ്ഞേ ഇപ്രാവശ്യവും ഞാനത് കൊണ്ടുവരുമെന്ന് പറഞ്ഞേ. ഇനി അടുത്ത റിവിഷനിൽ ഞാൻ ഇതും കൊണ്ടുവരും. ഇതിൻ്റെ ആൻസർ കിട്ടിയായിരുന്നോ? 7A + 3B. ഓർക്കുന്നുണ്ടോ? ഞാനത് ഓർക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിയായിരുന്നോ? കിട്ടിയില്ല. ഒരാഴ്ച കൂടെ സമയം തരാം. ഇതിൻ്റെ ആൻസർ പറ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ. ഇതിൻ്റെ ആൻസർ പറ. ഇത് നമ്മൾ ചെയ്തതല്ലേ? ആയുഷ്മാൻ ഇത് നമ്മൾ ചെയ്തതാണെന്നൊക്കെ പറയുന്നു. ആർക്കറിയാം, ഞാനത് മറന്നുപോയി. പക്ഷെ ഞാൻ ഈ ഹോംവർക്ക് തരുന്നത് മാത്രം ഓർമ്മ വരും. അയ്യോ, 4/5 ഡിവൈഡ് ബൈ ആയതുകൊണ്ട് ഇൻറ്റു തിരിച്ചിടണം. എത്ര? 8/5. വീണ്ടും ഒരു ഇൻറ്റു 17/20. ഡിവിഷൻ ആയതുകൊണ്ട് ഒരു ഇൻറ്റു കൊടുക്കാം. ഇൻറ്റു കൊടുത്തിട്ടില്ല, അതെന്താണോ കിട്ടുന്നത്
അത് തിരിച്ചിട്ടാൽ മതി. അപ്പം 3 1/5 എന്ന് പറയുന്നത് 3 5 16/5. 3 5 15 16/5. ഇനി അത് പ്ലസ് പിന്നെ അടുത്ത വന്ന 1 1/3 4/3 ഒരു 3 3 1 4/3. ഇത് കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. 16/5 പ്ലസ് 4/3. ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 16 × 3 48 പ്ലസ് 5 × 4 20 ഡിവൈഡഡ് ബൈ 15. 68/15 വരുന്നത്. പക്ഷേ ഇവിടെ ഡിവിഷനാണ്. ഡിവിഷൻ ആയതുകൊണ്ട് ഒരു ഇൻറ്റു കൊടുത്തിട്ട് തിരിച്ചിടണം. അപ്പോൾ 18/68. എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതാണ്ട് ഇവിടെ ഒരു 17 4 68 4. ഇതാണ്ട് ഇവിടുന്ന് ഒരു 4 ഇവിടുന്ന് ഒരു 4 ഇവിടെ ക്യാൻസലായിപ്പോയി. പിന്നെ 15 അല്ലേ? 18 15. എൻ്റെ ദൈവമേ, ഇപ്പോൾ പോയേനെ. 15 ഇവിടെ 15 15. അപ്പോൾ 5 കൊണ്ടാകുമ്പോൾ ഇവിടെ 20 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4. ഇവിടെ 15 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. ഇവിടെ നോക്കി 8 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. അപ്പം 2 മുകളിൽ 6 ഉണ്ട്. 2 × 3 6 ഉണ്ട്. താഴെ 5 × 5 25 ഉണ്ട്. 6/25. ചെയ്ത അന്നൊക്കെ ആയുഷ്മാൻ പറയുന്നു. കുഴപ്പമില്ല, ഇത് തന്നെ വീണ്ടും വീണ്ടും ചെയ്തെന്ന് പറഞ്ഞെന്താ? ഓക്കെ, അടുത്ത എന്താണെന്ന് നോക്കിക്കുക. അടുത്തും ചെയ്തതാണോ? അയ്യോ, ഇത് ചെയ്തതാണോ? കൊള്ളാമല്ലോ. എന്നാൽ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു. ഇതും ചെയ്തതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു. ഇതിൻ്റെ ആൻസർ എനിക്ക് 7 ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 7 ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ നിൽക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. വീണ്ടും കുറേ ക്വസ്റ്റ്യൻസായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നമുക്ക് കാണാം. ബൈ ബൈ.